ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ എന്താണ് എൻ്റെ റിലേഷൻഷിപ്പിലെ പ്രശ്നം എന്ന് മനസ്സിലാവാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെയാണ് അതിൽ വേണ്ടിയിട്ടുള്ള 5 ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറഞ്ഞു തരാനാണ്. അതിൽ ഒന്നാമത്തെ കാര്യമായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതും എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഏതാണെന്നറിയോ? ലിസണിങ് സ്കില്ല്. അതായത് നമ്മൾ പലപ്പോഴും നമ്മളുടെ കാര്യങ്ങൾ വാതോരാതെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ മറ്റുള്ളവർ പറയുമ്പം നമ്മളത് ബ്രേക്ക് ചെയ്ത് നമ്മളുടെ കാര്യങ്ങൾ പറയാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. പക്ഷേ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു മാറ്റമുണ്ട്. അതായത് ലിസണിങ് ചെയ്യാന്ന് പറയുന്നത് നമ്മളെ ഓപ്പോസിറ്റിലെ ആൾ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ അതേപടി ഒരു ബ്രേക്കും ഇല്ലാതെ നമ്മൾ കേൾക്കുക എന്ന് പറയുന്നതാണ് അവിടെ ലിസണിങ് സ്കില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ട് ഒരു 3 സ്റ്റെപ്പ് നമ്മൾ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ആളുടെ ഒരു ഡിഫിക്കൽട്ടായ സിറ്റുവേഷൻ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്ന കാര്യം മുഴുവനാക്കാൻ നമ്മൾ സമ്മതിക്കുക. അയാൾക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ ഫിനിഷ് ചെയ്യാൻ ഞാൻ സമ്മതിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മളൊരു 2 സെക്കൻഡ് ബ്രീത്ത് എടുക്കുക. എന്താണ് ആൾ പറയുന്നത് അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി 2 സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പാരാഫ്രൈസ് ചെയ്യുക. ഞാൻ എന്തും മനസ്സിലാക്കി, ആൾ പറയുന്നതിൽ മുഴുവൻ കേട്ടു, അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ തിരിച്ചു ആളോട് പറയാണ്. നിങ്ങൾ ഇത്രയും പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഈ ഫേസിലൂടെ ആണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നതാണല്ലേ ഫീൽ ചെയ്യുന്നത് എന്ന് ഞാൻ ആളോട് പറയാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആളെ ഞാൻ മുഴുവനായിട്ട് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. ആൾ കടന്നു പോകുന്ന സിറ്റുവേഷന്, ആള് ഫേസ് ചെയ്യുന്ന ആ ഡിഫിക്കൽട്ടായിട്ടുള്ള മൊമെന്റ്സിനെ ഞാൻ ഇവിടെ മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇനി നിങ്ങളും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തൊക്കെയാണ് റിസൾട്ട് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.